ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലോട്ട് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ പ്രൊമോ റിവ്യൂ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിനെ അടിച്ച് തമ്പൂറാക്കിയിരിക്കാനാണ് സുഹൃത്തുക്കളെ. ശ്രുതിയാണെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നൊരു പൊട്ടിക്കരയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയോട് പറയാണ്, ആ നീലിമ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവളുടെ കള്ളത്തരം ആരും അറിയില്ലായിരുന്നു അല്ലേ. പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച കാശ് കൊണ്ടാണ് കട തുടങ്ങിയെന്ന് പറഞ്ഞവളാ. എന്തൊരു കള്ളിയാ എൻ്റെ സച്ചിയേട്ടാന്ന് പറയാൻ കേട്ടോ രേവതി സച്ചിയോട്. ഈ സമയം ശ്രീകാന്താണെങ്കിൽ വർഷയോട് പറയണ്, എന്നാലും നീലിമ കാശ് കൊടുത്ത വിവരം അവർ അമ്മയടുത്തുനിന്ന് വരെ മറച്ചു വെച്ചു അതല്ലേ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് പറയാണ്, കാശ് കിട്ടിയിട്ട് ആ വിവരം ആൻറ്റി അറിയിക്കാത്തതിന് ആൻറ്റി വഴക്ക് പറഞ്ഞതിൽ കുഴപ്പമില്ല, പക്ഷേ ആൻറ്റി എന്തിനാണ് ശ്രുതിനെ ഇങ്ങനെ തല്ലിയത്, അതെന്തായാലും മോശമായി പോയി, ഇങ്ങനെയൊക്കെ തല്ലാൻ പാടുമോ എന്ന് വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്. ഈ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ മൊത്തം സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ശ്രുതി ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രുതിയോട് പറയാണ്, ശ്രുതി എന്നോടൊന്നും പറഞ്ഞു വരണ്ട, ശ്രുതിയുടെ അമ്മ എന്നെ കണ്ണും മൂക്കും ഇല്ലാതെ തല്ലിയപ്പോൾ ശ്രുതി നോക്കി നിൽക്കുകയല്ലേ ചെയ്തത്. എന്നോട് എത്രമാത്രം ശ്രുതിക്ക് സ്നേഹമുണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ധൈര്യത്തിലാണ് ശ്രുതി ഇപ്പം എന്നോട് മിണ്ടാൻ വേണ്ടി വന്നത്. ശ്രുതിനെ എനിക്ക് കാണണ്ട, എന്നെ കൺമുന്നിൽ നിന്ന് പോരുത്, പോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാനായിട്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് പോണേ കൂട്ടുകാരെ.